ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് നോബൽ പ്രൈസ് അവാർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം 2020 ഒക്ടോബർ മാസത്തിൽ നോബൽ പ്രൈസ് അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ് അതിൻ്റെ ജേതാക്കൾ, അതേപോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് ഈ അവാർഡ്സ് കിട്ടിയിട്ടുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 മേഖലകളിലാണ് നോബൽ പ്രൈസ് അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്കണോമിക്സിൻ്റെ നോബൽ പ്രൈസ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബാക്കി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്, അതായത് നോബൽ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണാം. നമുക്ക് ആദ്യം നോബൽ പ്രൈസ് ഫിസിക്സിൽ, അതായത് 2020 ഫിസിക്സിൽ ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. റോജർ പെൻറോസ്, സെക്കൻഡ് വൺ റെയിൻഹാർഡ് ഗെൻസൽ, അതേപോലെ തന്നെ ആൻഡ്രിയ ഗെസ്. ഈ 3 പേർക്കാണ് നോബൽ പ്രൈസ് ഫിസിക്സിൽ 2020 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേരിലും റോജർ പെൻറോസിന് തമോഗർത്തത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഈ ഒരു നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതായത് ബ്ലാക്ക് ഹോൾസിൻ്റെ എക്സിസ്റ്റൻസ് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത റോജർ പെൻറോസിനാണ് പകുതി തുക കിട്ടുക. അതേപോലെ തന്നെ റെയിൻഹാർഡ് ഗെൻസലിനും ആൻഡ്രിയ ഗെസ്സിനും ബാക്കി പകുതി തുകയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ അദൃശ്യവും ഭാരമേറിയവുമായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ റെവല്യൂഷണറി ഓർബിറ്റിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഗെൻസലും അതേപോലെ തന്നെ ഗെസ്സും കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനാണ് അവർക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേരുകൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ 3 പേരുകൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് ഫിസിക്സ് ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണം കേട്ടോ. ഫിസിക്സ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. കാരണം എക്സാമിന് ചോദിക്കുമ്പോൾ ഈ പേരുകൾ ചിലപ്പോൾ ഓപ്ഷൻസ് ഒരു 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ട് ഫിസിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ പേരുകൾ ഫിസിക്സ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ 3 വേർഡ്സ് എടുക്കാം. ഏതൊക്കെയാണ്? റെയിൻഹാർഡ്, അതേപോലെ തന്നെ റോസ്, പിന്നെ ഗെസ്. ഇനി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. റെയിൻഹാർഡ് എന്ന് പറയുമ്പോൾ നന്നായി മഴ പെയ്തു എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഫിസിക്സിലൊക്കെ നമ്മൾ എന്തുകൊണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഡും റിലേറ്റ് ചെയ്യുന്നത്. അതായത് റെയിൻഹാർഡ് നന്നായിട്ട് മഴ പെയ്തപ്പോൾ ഒരു റോസ് മറിഞ്ഞു വീണു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ റെയിൻഹാർഡ് ഗെൻസൽ, അതുപോലെ തന്നെ പെൻറോസിൻ്റെയാണ് ഞാൻ റോസ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മഴ പെയ്തപ്പോൾ റെയിൻഹാർഡ് ചെയ്തപ്പോൾ റോസ് മറിഞ്ഞു വീണു. അപ്പോൾ എന്ത് പറ്റുമെന്ന് നമ്മൾ ഗെസ് ചെയ്യുക. കാരണം ഫിസിക്സ് ആണല്ലോ, ഫിസിക്സിൽ നമ്മളെല്ലാം ഇങ്ങനെ ആലോചിക്കില്ലല്ലേ, അതേപോലെ തന്നെ ഗെസ് ചെയ്യുക. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 3 സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞത്? റെയിൻഹാർഡ് ഗെൻസൽ, അതേപോലെ തന്നെ പെൻറോസ്. അപ്പോൾ ആരാണ്? റോജർ പെൻറോസ്, അതേപോലെ തന്നെ ആൻഡ്രിയ ഗെസ്. ഈ 3 സയൻറ്റിസ്റ്റിൻ്റെ പേര് ഇനി ഓർക്കാമല്ലോ. ഇനി നമുക്ക് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇമ്മാനുവൽ കാർപെൻറ്റിയർ, അതേപോലെ തന്നെ ജെനിഫർ എ ദൗഡ്ന. ഇവർക്ക് 2 പേർക്കുമാണ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്തിനാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. DNA തന്മാത്രകളിൽ കൃത്യമായ തിരുത്തലുകളും മുറിച്ചുമാറ്റലുകളും കൂട്ടിച്ചേർക്കലുകളും സാധ്യമാക്കുന്ന CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് വിദ്യയാണ് കേട്ടോ CRISPR-Cas9 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇമ്മാനുവൽ കാർപെൻറ്റിയറിനെ തന്നെ എടുക്കാം. അപ്പോൾ കാർപെൻറ്റിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വേർഡായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും? കാർപെൻറ്റർ അല്ലേ, മരപ്പണിക്കാരനൊക്കെ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. എന്താണ് മരപ്പണിക്കാരൊക്കെ ചെയ്യുന്നത്? നന്നായിട്ട് കട്ട് ചെയ്യും അല്ലേ, മരമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ജെനോം എഡിറ്റിങ്ങും അങ്ങനെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാമല്ലോ. ജെനോം എഡിറ്റിങ്ങിൽ പറയുന്നത് ജീനൊക്കെ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. അപ്പോൾ ആരൊക്കെയാണ്? ഇമ്മാനുവൽ കാർപെൻറ്റിയറും അതേപോലെ തന്നെ ജെനോം എഡിറ്റിംഗ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തു. പിന്നെ എന്താ വരുന്നത്? പിന്നെ ഒരു സയൻറ്റിസ്റ്റും കൂടി ഉണ്ട്, ജെനിഫർ എ ഡൗട്ട്നയാണ്. ആരാണ്? ജെനിഫർ എ ഡൗട്ട്ന. അപ്പോൾ ഏതൊക്കെ ജീൻ കട്ട് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും അല്ലേ, നമ്മൾ കട്ട് ചെയ്യില്ല. അപ്പോൾ ഏതൊക്കെ കട്ട് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. ജെനിഫർ എ ഡൗട്ട്ന. ആരാണ് രണ്ടാമത്തെ സയൻറ്റിസ്റ്റ്? ജെനിഫർ എ ഡൗട്ട്ന. അപ്പോൾ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ആരാണ്? ഇമ്മാനുവൽ കാർപെൻറ്റിയർ. ഏതിനാണ് കിട്ടിയിട്ടുള്ളത്? ജെനോം എഡിറ്റിംഗ്. രണ്ടാമത്തെ സയൻറ്റിസ്റ്റ് ആരാണ്? ജെനിഫർ എ ഡൗട്ട്നയാണ്. ഇനി ഏത് സബ്ജക്റ്റിനാണ് കിട്ടിയിട്ടുള്ളത്? കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഈ കട്ട് ചെയ്യുന്നത്, അതായത് കാർപ്പൻറ്ററൊക്കെ ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്. അവർ നല്ല നീറ്റായിട്ടൊക്കെ ആയിരിക്കും കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ദ നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ 2020. ഫിസിയോളജിയിൽ അല്ലെങ്കിൽ മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹാർവേ ജെ ഓൾട്ടർ, അതേപോലെ തന്നെ മൈക്കിൾ ഹോട്ടൺ, ചാൾസ് എം റൈസ്. ഈ 3 പേർക്കാണ് ഫിസിയോളജിയിൽ അല്ലെങ്കിൽ മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 പേർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം മാക്സിമം 3 പേർക്ക് ഒരു സബ്ജക്റ്റിൽ നോബൽ പ്രൈസ് കൊടുക്കുകയുള്ളൂ. ഇനി ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഡിസ്കവർ ചെയ്തതിനാണ് ഈ 3 പേർക്കും ഈ ഒരു നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ്? ഹാർവേ ജെ ഓൾട്ടർ, മൈക്കിൾ ഹോട്ടൺ, അതേപോലെ തന്നെ ചാൾസ് എം റൈസ്.
അപ്പോൾ ഈ 3 സയൻറ്റിസ്റ്റിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കീവേഡ്സ് ഞാൻ പറയാം. ഹാർവേ, അതേപോലെ തന്നെ ടൺ, അതേപോലെ തന്നെ റൈസ് കേട്ടോ. ഈ 3 കീവേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ 3 കീവേഡ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അതായത് ടൺ കണക്കിന് റൈസ്, ഒരുപാട് റൈസ്, ടൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ടൺ കണക്കിന് റൈസ് ഹാർവെസ്റ്റ് ചെയ്യുക എന്ന് വിചാരിക്കുക. ഹാർവെസ്റ്റ്. ടൺ എന്താണ്? ഹോട്ട് ടൺ. അതേപോലെ തന്നെ റൈസ് നമ്മുടെ 3ാമത്തെ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ തന്നെയുണ്ട്, ചാൾസ് എം റൈസ് കേട്ടോ. അപ്പോൾ ടൺ കണക്കിന് റൈസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹാർവെസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റൈസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് മരുന്നൊക്കെ അതിൽ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ചീത്തയായി പോവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻ അങ്ങനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ മെഡിസിനിൽ വരുന്നത് ഏതൊക്കെ സയൻറ്റിസ്റ്റിനാണ് മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ? ഹാർവേ ജെ ഓൾട്ടർ, മൈക്കിൾ ഹോട്ടൺ, അതേപോലെ തന്നെ ചാൾസ് എം റൈസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 2020 കിട്ടിയിട്ടുള്ളത് ലൂയിസ് ഗ്ലക്കിനാണ്. ആർക്കാണ്? ലൂയിസ് ഗ്ലക്ക്. ദ സ്വീഡിഷ് അക്കാഡമിയാണ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എൽ ഉണ്ട്, അതേപോലെ തന്നെ ലൂയിസിനകത്ത് എൽ ഉണ്ട്, ഗ്ലക്കിനകത്തും ഒരു എൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ലക്കല്ലേ, അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. 3 എണ്ണത്തിലും എല്ല് വന്നല്ലോ, അപ്പോൾ അത് ഗ്ലക്ക്, അതായത് ലക്ക്, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുള്ള ആർക്കാണ്? ലൂയിസ് ഗ്ലക്ക്. നെക്സ്റ്റ് നമുക്ക് ദ നൊബേൽ പീസ് പ്രൈസ് 2020 ഏത് ഓർഗനൈസേഷനാണ് കിട്ടിയെന്നുള്ളത് നോക്കാം. വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനാണ് ഇപ്രാവശ്യത്തെ ദ നൊബേൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. വേൾഡ് ഫുഡ് പ്രോഗ്രാം, WFP കേട്ടോ. അതായത് UNOൻ്റെ ഒരു പ്രോഗ്രാമാണ് ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോബൽ പീസ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പീസ് എടുക്കുക കേട്ടോ. അതായത് നമുക്ക് പീസും ഫുഡുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. കാരണം വേൾഡ് ഫുഡ് പ്രോഗ്രാം അല്ലേ, അപ്പോൾ പീസും ഫുഡുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഫുഡ് നമുക്കറിയാം, പീസ് കറിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ഫുഡാണ്. അങ്ങനെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2020 നോബൽ പ്രൈസ് അവാർഡ്സ് കിട്ടിയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. അവരുടെ ഏതൊക്കെ സയൻറ്റിസ്റ്റുകളാണ്, അവരുടെ പേരുകൾ, അതേപോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് ഈ അവാർഡ്സ് കിട്ടിയിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോബൽ പ്രൈസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ കണ്ടുനോക്കാം. നോബൽ സമ്മാനം ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ആൽഫ്രഡ് നോബൽ. ആരാണ്? ആൽഫ്രഡ് നോബൽ. അതേപോലെ തന്നെ നോബൽ സമ്മാനം ആദ്യമായി നൽകിയ വർഷം ഏതാണ്? 1901 1901 നോബൽ സമ്മാനം ആദ്യമായിട്ട് നൽകിയത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം കേട്ടോ. അതായത് ആൽഫ്രഡ് നോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞൻ ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചു. എന്താണ് കണ്ടുപിടിച്ചത്? ഡൈനാമൈറ്റ് ആണ്, ഡൈനാമോ ഒന്നുമല്ല. അപ്പോൾ ഈ ഡൈനാമൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫോടക വസ്തുവാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം തെറ്റായ രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ യുദ്ധത്തിനും അതേപോലെ തന്നെ ബോംബ് ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് സ്വീഡനിലെ ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് വിശേഷിപ്പിച്ചത്? മാൻ ഓഫ് ഡെത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണാനന്തരം അദ്ദേഹത്തെ ജനങ്ങൾ എങ്ങനെ കാണും എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടി കേട്ടോ. ഇതേപോലെ ന്യൂസ് പേപ്പറിൽ മാൻ ഓഫ് ഡെത്ത് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് മരണാനന്തരം അദ്ദേഹത്തെ ജനങ്ങൾ എങ്ങനെ കാണുമെന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ കുറച്ച് ഭാഗം ബാങ്കിൽ ഇട്ടു. അതിൽ നിന്ന് കിട്ടുന്ന പലിശ 5 മേഖലകളിൽ വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. 5 മേഖലകളിലാണ് വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നീട് നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 5 സബ്ജക്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി, രസതന്ത്രം, വൈദ്യശാസ്ത്രം, മെഡിസിൻ ആൻഡ് ഫിസിയോളജി, സാഹിത്യം, ലിറ്ററേച്ചർ, അതേപോലെ തന്നെ സമാധാനം, പീസ്. ഇങ്ങനെയുള്ള 5 വിഷയങ്ങളിലാണ് അദ്ദേഹം നോബൽ സമ്മാനം നൽകിയത് കേട്ടോ. അപ്പോൾ എക്കണോമിക്സ് ഒഴിച്ച് ബാക്കി 5 സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ആൻഡ് ഫിസിയോളജി, ലിറ്ററേച്ചർ, പീസ്, ഈ 5 സബ്ജക്ട്സിലാണ് നോബൽ സമ്മാനം നൽകിയത്. പിന്നെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോബൽ സമ്മാനം ഏർപ്പെടുത്താൻ ആൽഫ്രഡ് നോബൽ തൻ്റെ വിൽപത്ര പ്രകാരം വ്യവസ്ഥ ചെയ്ത വർഷം, അതായത് ഏത് വർഷമാണ് അദ്ദേഹം വിൽപത്രം എഴുതിയത്? ഏത് വർഷമാണ്? 1895. അതേപോലെ തന്നെ ആൽഫ്രഡ് നോബൽ അന്തരിച്ച വർഷം, ഏത് വർഷത്തിലാണ് ആൽഫ്രഡ് നോബൽ മരിച്ചത്? ഏതാണ്? 1896 കേട്ടോ. ഒരു വർഷം വിൽപത്രം എഴുതിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. ആൽഫ്രഡ് നോബലിനെ പ്രസിദ്ധനാക്കിയ കണ്ടുപിടുത്തം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഡൈനാമൈറ്റ് എന്ന്, അതാണ് ആൻസർ. എന്താണ്? ആൽഫ്രഡ് നോബലിനെ പ്രസിദ്ധനാക്കിയ കണ്ടുപിടുത്തം ഏതാണ്? ഡൈനാമൈറ്റ്. ഇനി നമുക്ക് പ്രഥമ നോബൽ ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം ആദ്യമായി അർഹനായത് WC റോഞ്ചൻ ആണ്. ആരാണ്? WC റോഞ്ചൻ.
അതേപോലെ തന്നെ റോഞ്ചനെ പ്രസിദ്ധനാക്കിയ കണ്ടുപിടുത്തം, ഏത് കണ്ടുപിടുത്തത്തിലാണ് റോഞ്ചൻ പ്രസിദ്ധനാക്കിയത്? ഏതാണ്? എക്സ്റേ ആണ് കേട്ടോ. ഏതാണ്? എക്സ്റേ. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. റോങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ അല്ലേ എക്സ് എഴുതുന്നത്. അപ്പോൾ റോഞ്ചനെ പ്രസിദ്ധനാക്കിയ കണ്ടുപിടുത്തം ഏതാണ്? എക്സ്റേ. രസതന്ത്ര നോബലിന് ആദ്യമായി അർഹനായത് ജാക്കോബസ് വോൺ ഹോഫ് ആണ്. ആരാണ്? ജാക്കോബസ് വോൺ ഹോഫ്. വൈദ്യശാസ്ത്ര നോബലിന് ആദ്യമായി അർഹനായത് എമിൽ വോൺ ബെഹറിംഗ് ആണ്. വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെഡിസിൻ ആൻഡ് ഫിസിയോളജി ആണ് കേട്ടോ. വൈദ്യശാസ്ത്ര നോബലിന് ആദ്യമായി അർഹനായത് ആരാണ്? എമിൽ വോൺ ബെഹറിംഗ്. സാഹിത്യ നോബലിന് ആദ്യമായി അർഹനായത് റെനെ സുല്ലി പ്രഥോമാണ്. ആരാണ്? റെനെ സുല്ലി പ്രഥോം, സാഹിത്യത്തിന്. ഇനി സമാധാന നോബൽ ആദ്യമായി നേടിയത് ഹെൻറി ഡ്യൂനന്റ് ആണ്. ആരാണ്? ഹെൻറി ഡ്യൂനന്റ്. അതേപോലെ തന്നെ ഫെഡറിക് പാസെ. ആരാണ്? ഫ്രെഡറിക് പാസെ. ആദ്യമായി നോബൽ സമ്മാനം പങ്കിട്ടവർ ആരൊക്കെയാണ്? ഹെൻറി ഡ്യൂനന്റും അതേപോലെ തന്നെ ഫെഡറിക് പാസെയുമാണ് കേട്ടോ. ആദ്യമായി നോബൽ സമ്മാനം പങ്കിട്ടവർ ആരൊക്കെയാണ്? ഹെൻറി ഡ്യൂനന്റും ഫെഡറിക് പാസെയുമാണ്. ഏത് സംഘടനയാണ് ഹെൻറി ഡ്യൂനന്റിന് സ്ഥാപിച്ചത്? ഏത് സംഘടനയാണ് ഹെൻറി ഡ്യൂനന്റ് സ്ഥാപിച്ചത്? ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ക്രോസ് ആണ് കേട്ടോ. അപ്പോൾ റെഡ് ക്രോസ് ആണ് ഹെൻറി ഡ്യൂനന്റ് സ്ഥാപിച്ചത്. ഇക്കണോമിക്സിൽ ആദ്യമായി നോബൽ നേടിയത് ആരാണ്? ഇക്കണോമിക്സിൽ കേട്ടോ. റാഗ്നർ ഫ്രിഷും അതേപോലെ തന്നെ ജാൻ ടിൻബർഗൻ ആണ്. ആരൊക്കെയാണ്? റാഗ്നർ ഫ്രിഷും അതേപോലെ തന്നെ ജാൻ ടിൻബർഗൻ. ഇനി നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ ജേതാക്കളെ നിർണ്ണയിക്കുന്നത് ആരാണ്? ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് എന്ന വിഷയങ്ങളിൽ ജേതാക്കളെ നിർണ്ണയിക്കുന്നത് ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ്. മെഡിസിൻ ആൻഡ് ഫിസിയോളജി നോബൽ ജേതാവിനെ നിർണ്ണയിക്കുന്നത് ആരാണ്? കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്? കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. അപ്പോൾ മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരൾ അങ്ങനെയൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ്, ലിറ്ററേച്ചർ നോബൽ ജേതാവിനെ നിർണ്ണയിക്കുന്നത് സ്വീഡിഷ് അക്കാഡമിയാണ്. ഏതാണ്? സ്വീഡിഷ് അക്കാഡമി. പോകരുത്, കാരണം ലിറ്ററേച്ചർ സ്വീഡിഷ് അക്കാഡമി ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് വരുന്നത് ദ റോയൽ സ്വീഡിഷ് അക്കാഡമി. ഇനി ഈ പുരസ്കാരങ്ങൾ എവിടെ വെച്ചാണ് നൽകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനം നൽകുന്ന നഗരം സ്റ്റോക്ക് ഹോം ആണ്. ഏതാണ്? സ്റ്റോക്ക് ഹോം. അതായത് പീസ് ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനം നൽകുന്ന നഗരം സ്റ്റോക്ക് ഹോം ആണ്. അപ്പോൾ സ്റ്റോക്ക് ഹോം എന്ന് പറയുന്നത് സ്വീഡൻ്റെ തലസ്ഥാനമാണ്. ഏതിൻ്റെയാണ്? സ്വീഡൻ്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ. ഹോം, സ്റ്റോക്ക് ഹോം എന്ന് പറയുമ്പോൾ ഹോമും അതേപോലെ തന്നെ സ്വീഡനകത്ത് നമുക്ക് വീടെടുക്കാം അല്ലേ, WED ആ ഒരു രീതിയിൽ എടുക്കാം. അപ്പോൾ സ്റ്റോക്ക് ഹോംസ് സ്വീഡൻ്റെ തലസ്ഥാനമാണ്. സമാധാന പുരസ്കാരം സമർപ്പിക്കുന്നത് ഓസ്ലോ ആണ്. ഓസ്ലോയിൽ വെച്ചാണ് കേട്ടോ. സമാധാന പുരസ്കാരം സമർപ്പിക്കുന്നത് ഓസ്ലോ നഗരത്തിൽ വെച്ചാണ്. നോർവേയുടെ തലസ്ഥാനമാണ് ഓസ്ലോ. നോർവേയുടെ തലസ്ഥാനമാണ് ഓസ്ലോ. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോവേ ഒരു വഴിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ലോയിൽ പോകണം. ആ സ്ലോ നമുക്ക് ഓസ്ലോ പോലെ എടുക്കാം. അപ്പം നോർവേയുടെ തലസ്ഥാനമാണ് ഓസ്ലോ. ഒക്ടോബർ മാസത്തിലാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാലോ, ഒക്ടോബർ മാസത്തിലാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്. ഈ നോബൽ സമ്മാനം സമർപ്പണം നടക്കുന്ന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 10-നാണ്. ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനം തന്നെയാണ് ഡിസംബർ 10. അപ്പോൾ ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനം തന്നെയാണ് നമ്മൾ ഈ പുരസ്കാരം സമർപ്പിക്കുന്ന തീയതിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനം ജേതാക്കൾക്ക് സമർപ്പിക്കുന്നത് സ്വീഡനിലെ രാജാവാണ്. ആരാണ്? ഏത് കൺട്രിയിലെ രാജാവാണ്? സ്വീഡനിലെ രാജാവാണ്. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനം ജേതാക്കൾക്ക് സമർപ്പിക്കുന്നത് സ്വീഡനിലെ രാജാവാണ്. സമ്മാനം ജേതാവിന് സമർപ്പിക്കുന്നത് നോർവീജിയൻ നോബൽ കമ്മിറ്റിയുടെ ചെയർമാനാണ്. നോർവീജിയൻ നോബൽ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ നമുക്കറിയാം 5 മേഖലകളിലാണ് ആൽഫ്രഡ് നോബൽ സമ്മാനം നൽകാൻ തീരുമാനിച്ചത് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചില്ല, 5 മേഖലകളിലാണ് കൊടുത്തു തുടങ്ങിയത്. ഇനി 1969 ആദ്യമായി എക്കണോമിക്സിന് നോബൽ സമ്മാനം നൽകി തുടങ്ങിയത്. ഏത് വർഷമാണ്? 1969. അപ്പോൾ 1969 എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ഫാക്ട്സും കൂടെ ഓർമ്മ വരും. ഏതൊക്കെയാണ്? 1969 എന്ന് പറയുമ്പോൾ ISRO സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷം, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഫസ്റ്റ് ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടുള്ള വർഷം, പിന്നെ ഏതാ KSFE നിലവിൽ വന്ന വർഷം. ഇതൊക്കെ 1969 ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എക്കണോമിക്സിൽ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയ സ്ഥാപനം കേട്ടോ. എക്കണോമിക്സിൽ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്നത് സ്വറിക്സ് റിറ്റ്സ് ബാങ്ക് ആണ്. ഏതാണ്? സ്വറിക്സ്
റിക്സ് ബാങ്ക്. എക്കണോമിക്സിൽ നോബൽ സമ്മാനം നൽകാൻ സ്വറിക്സ് റിക്സ് ബാങ്ക് വ്യവസ്ഥ ചെയ്ത വർഷമേതാണ്? 1968. എക്കണോമിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നൽകിയ വർഷം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സിന് ഞാൻ പറഞ്ഞ പോലെ ആദ്യമൊന്നും ഈ സമ്മാനം കൊടുത്തിരുന്നില്ല. 1969 ആദ്യമായി നോബൽ സമ്മാനം നൽകിയത് കേട്ടോ. അപ്പോൾ എക്കണോമിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നൽകിയ വർഷം 1969. എക്കണോമിക്സിലെ നോബൽ സമ്മാനത്തിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? എക്കണോമിക്സിലെ നോബൽ സമ്മാനത്തിൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ദ സ്വറിക്സ് റിക്സ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ. എന്താണ്? ദ സ്വറിക്സ് റിക്സ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ. സംഘടനകൾക്ക് ലഭിക്കാൻ അർഹതയുള്ള നോബൽ സമ്മാനമാണ് സമാധാന നോബൽ. ഏതാണ്? സംഘടനകൾക്ക് ലഭിക്കാൻ അർഹതയുള്ള നൊബേൽ സമ്മാനമാണ് സമാധാന നൊബേൽ. ഒരു വിഷയത്തിൽ പരമാവധി എത്ര പേർക്ക് പുരസ്കാരം ലഭിക്കാൻ പറ്റും? 3 പേർക്ക് കേട്ടോ. ഒരു വിഷയത്തിൽ മാക്സിമം 3 പേർക്കാണ് ആ പുരസ്കാരം ലഭിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.